വെൽക്കം ബാക്ക് ടു എജുപാഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഡബിൾ ചാൻസ് ഉള്ള 2 മാർക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? അപ്പൊ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇതുവരെ നമ്മുടെ എജുപോർട്ടിന്റെ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് +2 ഹ്യൂമാനിറ്റീസിന്റെ പബ്ലിക് എക്സാമിന്റെ റിവിഷൻ ബാച്ച് ആയ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈടാക്കുന്നത് 1,999 ആണ് അല്ലെ, 1999 രൂപയ്ക്ക് ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ നമ്മുടെ എജുപോർട്ടിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ പറയുന്ന റീസൺ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എക്സ്ക്ലൂസീവ് സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെന്റേഴ്സ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഫുൾ മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ A+ എങ്കിലും വാങ്ങിക്കുക എന്നാണല്ലോ. ഓക്കെ ആണല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കണം. എന്തായാലും നമ്മൾ +2 എത്തി. അപ്പൊ ഇനി അടുത്ത ഒരുപാട് ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നേറുന്നുണ്ടാകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെന്ന് എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫുൾ ചാപ്റ്റർ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സിലബസ് എല്ലാം നമ്മൾ ഫെബ്രുവരി 1st വീക്കോടെ നമ്മൾ ഫിനിഷ് ചെയ്യും. വാട്സപ്പിന്റെ ഡൗട്ട്സും ഡൗട്ട് ക്ലിയർസ് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല സബ്ജക്റ്റ് വൈസ് ക്ലബ്സ് ആയിക്കോട്ടെ, പേഴ്സണൽ മെന്ററിങ്ങും. എന്താ ലാസ്റ്റ്? യെസ്, ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ? എന്താണ് വേണ്ടത്? ഫുൾ മാർക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 100% നമ്മൾ ഷുവർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ നോക്കാൻ പോകുന്ന ഈ വളരെ ഷുവർ ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വിത്ത് ആൻസേഴ്സ് എങ്ങനെ ലഭിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഇതുവരെ നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ +2 വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിലായിരിക്കും നിങ്ങൾക്ക് ഈ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യുക, ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകൾ ഭാഗത്ത് പിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കിയാലോ? എന്നാവാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ? ഏതാണ് ഫസ്റ്റ് ടോപ്പിക്? കൊളോണിയലിസം. വളരെ സിമ്പിൾ ആണല്ലേ? അപ്പൊ ഡിഫൈൻ കൊളോണിയലിസം അല്ലെങ്കിൽ കോളനിവൽക്കരണത്തെ കുറിച്ച് ഒരു നിർവചനം ചോദിച്ചാൽ 2 മാർക്കിന് എഴുതാനുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? കൊളോണിയലിസം ഈസ് എ system in which a powerful country control a weaker country politically, economically and culturally, mainly to exploit its resources and people. അപ്പൊ ശക്തമായ ഒരു രാജ്യം, നമ്മുടെ ഇന്ത്യ കോളനിയായിരുന്നു, ബ്രിട്ടൻ ശക്തമായ ഒരു രാജ്യം, ഒരു ദുർബല രാജ്യത്തെ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹ്യപരമായിട്ടും നിയന്ത്രിച്ച് അതിന്റെ സ്വത്തുക്കളും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്, ഒരു ടൂളാണ് ഏത് പറയുന്നത്? കൊളോണിയലിസം. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? യെസ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ? മറ്റൊരു ടോപ്പിക്കാണ് വെസ്റ്റേണൈസേഷൻ. ഈ ഒരു വെസ്റ്റേണൈസേഷൻ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നോക്കട്ടെ എത്ര പേർക്ക് അറിയാം. വാട്ട് ഈസ് ദ മീനിങ് ബൈ വെസ്റ്റേണൈസേഷൻ? അപ്പോ പാശ്ചാത്യവൽക്കരണം എന്നതിൽ എന്താണ് അർത്ഥം? ഒരു എക്സാം ക്ലൂ തരാം. നമ്മുടെ സംസ്കൃതൈസേഷൻ എന്ന ടേം കൊണ്ടുവന്ന ആ വ്യക്തി തന്നെയാണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, കമന്റിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് MN Srinivas coined the term westernization. അപ്പൊ defined westernization as the changes brought about in Indian society and culture as a result of over 150 years of British rule. The term subsuming
ചേഞ്ചസ് occurring at different levels, technology, institutions, ideology and values. ആളെ പേര് കിട്ടിയല്ലോ, MN ശ്രീനിവാസനാണ് പാശ്ചാത്യവൽക്കരണം എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെയും ബ്രിട്ടീഷുകാരുമായും ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന സമ്പർക്കത്തിന്റെ ഫലമായി രാജ്യത്തുണ്ടായ മാറ്റങ്ങളെയാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കാറ്, പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. ഇവിടെ പാശ്ചാത്യരുടെ ജീവിത രീതികളെ നമ്മൾ അനുകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്, വെസ്റ്റേണൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താ, ഇമിറ്റേറ്റ് ചെയ്യാണ് അല്ലെ. നമ്മുടെ ഒരു അതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ലൈഫ് സ്റ്റൈലും എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി നിർത്തിയിട്ട് അല്ലെ ഈ ഒരു വെസ്റ്റേണൈസേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ട്രാൻസ്ഫോർമേഷൻ rural society after independence. സ്വാതന്ത്ര്യത്തിനും ശേഷമുള്ള ഗ്രാമീണ സമൂഹത്തിലെ പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ ഒന്നാണ് ഏത്, abolition of ജമീന്ദാരി സിസ്റ്റം. ഓർക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ ബംഗാൾ ബീഹാർ ഭാഗത്ത് ബ്രിട്ടീഷുകാർ ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഏത്, ജമീന്ദാരി സിസ്റ്റം അല്ലെ. ജമീന്ദാർ ഒരു ഭൂമി ഇടനിലക്കാരാണ്, കർഷകർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റേഴ്സ് ആണ് ആര്, ജമീന്ദാർമാര്, അറിയാലോ. യെസ്. മറ്റൊന്നാണ് ഏത്, ടെനൻസി എബോളിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് അല്ലെ, കുടിയായ്മ അവസാനിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. മറ്റൊന്നാണ് ലാൻഡ് സീലിംഗ് ആക്ട്, ഭൂപരിധി നിയമങ്ങൾ. ഒരു വ്യക്തിക്ക് അയാളുടെ പക്കം വെക്കാൻ പറ്റുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിക്കുക അല്ലെ. ഇപ്പൊ ഇത്ര സെന്റോ അല്ലെങ്കിൽ ഇത്ര ഏക്കർ മാത്രമേ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പേരിൽ എഴുതാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആ ഒരു ഭൂമി ആര് ഏറ്റെടുക്കും, ഗവൺമെന്റ് ഏറ്റെടുക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മറ്റേ ബിനാമി സിസ്റ്റം ഒക്കെ അറിയാലോ, ഒക്കെ ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ആ ബാക്കി വരുന്ന സ്വത്തുക്കളൊക്കെ ഈ ജമീന്ദാർ ആരെ ഫാമിലീസിലുള്ള ബാക്കി മെമ്പേഴ്സിന്റെ കൂടെ ഒക്കെ അല്ലെ അവരുടെ പേരിലോ ദെൻ ഈവൻ അവിടുത്തെ സെർവന്റുമാരുടെ പേരിലോ ഒക്കെ അത് എഴുതി വെച്ചിട്ട് ആ ഭൂമിയുടെ അധികാരം ഈ ജമ്മി ഏറ്റെടുക്കുന്നത്. പക്ഷെ അയാളുടെ അധീനതയിൽ, അയാളുടെ പരിധിയിൽ, അയാളുടെ പേരിൽ ഇത്ര ഏക്കറെ പാടുള്ളൂ, അതേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ലാൻഡ് സീലിംഗ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യമാണ്, ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. അറിയാലോ, വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? എന്താണ് ആഗോളവൽക്കരണം? Globalization is the process of increasing interconnectedness between countries, that the flow of goods, services, ideas, technology, capital and people. It will make world more integrated and interdependent. ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ വസ്തുക്കൾ, സേവനങ്ങൾ, ആശയങ്ങൾ, സാങ്കേതിക വിദ്യ, മൂലധനം, മനുഷ്യർ എന്നിവയിലൂടെ സ്വതന്ത്ര സഞ്ചാരത്തിലൂടെ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ബന്ധപ്പെടുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിലൂടെ ലോകം കൂടുതൽ ഏകീകൃതവും പരസ്പര ആശ്രിതവുമായിട്ട് മാറുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്നുള്ളത്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. മറ്റൊന്നാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ റൂറൽ സൊസൈറ്റി. രണ്ടെണ്ണൊക്കെ നിങ്ങൾക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കും. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഒന്ന് എന്താണ്, റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ് അല്ലെ, പ്രാദേശിക അസമത്വമാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായ പഞ്ചാബ്, ഹരിയാന, ദെൻ നമ്മുടെ പടിഞ്ഞാറൻ UP തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നു ഹരിത വിപ്ലവം കൊണ്ട് എന്തുണ്ടായിരുന്നത്, പ്രയോജനം ഉണ്ടായിരുന്നത്. എന്നാൽ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ അതെന്താവും, പിന്നിലാവുകയും മറ്റ് ഈ സംസ്ഥാനവും ആ സംസ്ഥാനവും തമ്മിൽ വളരെ വലിയ രീതിയിൽ വ്യത്യാസം അല്ലെ, ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്തു. മറ്റൊന്നാണ് ഇത് സോഷ്യൽ ഇനീക്വാലിറ്റി.
സാമൂഹിക അസമത്വമാണ്. ഇവിടെ ചെലവേറിയ അല്ലെ HIV സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, വളങ്ങൾ, യന്ത്രങ്ങൾ, ജലസേചനം എന്നിവ വാങ്ങാൻ സമ്പന്ന കർഷകർക്ക് മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. എന്നാൽ പാവപ്പെട്ട കർഷകന് അത് വാങ്ങിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. ഇതോടെ പാവപ്പെട്ട കർഷകരും സമ്പന്ന കർഷകരും തമ്മിലൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. ഒരു വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ ഉണ്ടാകുവാൻ ഗ്രീൻ റെവല്യൂഷൻ കാരണമായി. അപ്പൊ ഗ്രീൻ റെവല്യൂഷന് പഠിക്കുന്ന സമയത്ത് അതിന് പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. മറ്റൊരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡൊമിനന്റ് കാസ്റ്റ്. അപ്പോ പ്രബല ജാതി അതിന്റെ സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കാം. ആരെ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരറിയാലോ? MN ശ്രീനിവാസൻ ആണ്, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ MN ശ്രീനിവാസൻ ആണ്. ഫസ്റ്റ് എന്താണ്? ന്യൂമറിക്കൽ സ്ട്രെങ്ത് ആണ് അല്ലെ. അവിടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രബല ബലം വലുതായിരിക്കും. ഡൊമിനന്റ് കാസ്റ്റ് യൂഷ്വലി ഹാസ് എ ലാർജ് പോപ്പുലേഷൻ ഇൻ എ വില്ലേജ് ഓർ region. There are numbers given the social influence. അപ്പോൾ ആ സമൂഹത്തിൽ അവരുടെ ആ ജാതിക്കാരെന്ന് പറഞ്ഞാൽ ആൾബലം എന്താണ്? കൂടുതലായിരിക്കും. ആ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള സ്വാധീനവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. മറ്റൊന്നാണ് ഏതാണ്? ഇക്കോണമിക് പവർ ആണ് അല്ലെ. ഇവിടെ യൂഷ്വലി ഓൺ എ മേജർ ഷെയർ ഓഫ് ലാൻഡ് ആൻഡ് അതർ റിസോഴ്സസ്. ഇപ്പൊ ഇക്കോണമിക്കലി സാമ്പത്തികമായിട്ട് നല്ല ശക്തി ആർക്കായിരിക്കും? ഈ ഡൊമിനന്റ് കാസ്റ്റേഴ്സിനായിരിക്കും. അവിടെയുള്ള മിക്ക ഭൂമികളും ആരുടെ അധീനതയിലായിരിക്കും? ഈ ആളുകളുടെ അധീനതയിലായിരിക്കും. കൺട്രോൾ ഓവർ അഗ്രികൾച്ചർ, ട്രേഡ്, വെൽത്ത്, ഇൻക്രീസ് ദെയർ ഡോമിനൻസ്. അപ്പൊ അവിടുത്തെ മുഖ്യ അല്ലെ മിക്ക കൃഷി ആയിക്കോട്ടെ, അവിടുത്തെ വാണിജ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആരുടെ അധീനതയിലായിരിക്കും? ഈ ഡൊമിനന്റ് കാസ്റ്റിന്റെ അധീനതയിലായിരിക്കും. മറ്റൊന്നാണ് ഏതാണ്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ. അപ്പൊ ഒരു 3 2 മാർക്ക് ചോദിക്കുമ്പോൾ 3 4 ഒക്കെ എഴുതാ. അതിലും കൂടുതൽ മാർക്കിനാകുമ്പോൾ എന്ത് ചെയ്യുക? ഫീച്ചേഴ്സിന്റെ എണ്ണം കൂട്ടി വരിക കേട്ടോ. അപ്പൊ എത്രയാണോ ക്വസ്റ്റ്യൻ ചോദിച്ച് മാർക്ക്, ആ മാർക്കിനനുസരിച്ച് ആൻസർ ഉണ്ടായിരിക്കണം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. ദേ പ്ലേ എ മേജർ റോൾ ഇൻ ലോക്കൽ പൊളിറ്റിക്സ്, പഞ്ചായത്ത്, വില്ലേജ് ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ആരുടെ അധീനതയിലായിരിക്കും? ഇവരുടെ കൺട്രോൾ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ അവർക്കൊരു വലിയ തന്നെ സ്ഥാനം ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് വൻ പഞ്ചായത്ത്. നമുക്ക് ന്യായ പഞ്ചായത്ത് ഉണ്ട്, വൻ പഞ്ചായത്ത് ഉണ്ട്, പഞ്ചായത്ത് രാജും പഠിക്കാനുണ്ട്. ഇത് മൂന്നും എന്താണ്? പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്ത് രാജ് നമുക്ക് ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കാം. വൻ പഞ്ചായത്ത് വേണമെങ്കിൽ നമുക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് വൻ പഞ്ചായത്ത്? ഇത് ഇന്ത്യയിൽ ഏത് ഭാഗത്താണ് ഉണ്ടായെന്ന് നമുക്ക് എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. എന്താണ്? ഒന്നെന്താണ്? കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അതിന് മുന്നേ ഈ പഞ്ചായത്ത് എവിടെ ഉണ്ടായത് അല്ലെ? എന്താ വൻ പഞ്ചായത്തുകൾ എന്താണ്? പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് അല്ലെ, നമ്മുടെ ഇന്ത്യ നോർത്ത് ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമസഭകൾ നിയന്ത്രിക്കുന്ന വനസംരക്ഷണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? വൻ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതിലൊന്നാണ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ് അല്ലെ. സമൂഹാടിസ്ഥാനത്തിലുള്ള വന നിർമ്മാണമാണ്. ലോക്കൽ പീപ്പിൾ മാനേജ്, protect and use forest resources, simply preventing illegal cutting and overuse. അപ്പോ ഉത്തരാഖണ്ഡിലെ ഈ ഗ്രാമങ്ങളിൽ അല്ലെ, ഗ്രാമവാസികൾ തന്നെ വനം സംരക്ഷിക്കുകയും ആ വനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാൽ അനധികൃതമായുള്ള മരം വെട്ടലിലും അതിരുവിട്ട ഉപയോഗവും അവിടെ കുറയുന്നു. മറ്റൊന്നാണ് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. എന്താണ്? പാരിസ്ഥിതി സംരക്ഷണം. വൻ പഞ്ചായത്ത് help conserve forest, protect wildlife, reduce
soil erosion and maintaining water resources. ഇവിടെ വനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മണ്ണൊലിപ്പ് കുറയുന്നു, ജലസ്രോതസ്സുകൾ നിലനിൽക്കുന്നു, മാത്രമല്ല വന്യജീവികളുടെ സംരക്ഷണവും അതിൻ്റെ കൂടെ ലഭിക്കുന്നു. ദെൻ മറ്റൊന്നാണ് എന്ത്, ലിവ്ലിഹുഡ് സപ്പോർട്ടാണ് അല്ലെ, ഗ്രാമജീവിത എന്താണ്, ഓക്കെ, ദേ പ്രൊവൈഡ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് with essential resources like fodder, firewood, timber and medicinal plants, improving rural livelihood. ഇവിടെ നമ്മൾ ഈ ഇത്രയും മരങ്ങൾ, അതുപോലെ തന്നെ കട്ടില മരങ്ങൾ, സസ്യങ്ങൾ എന്നിവ വില്ലേജ് ആവശ്യത്തിന് ലഭിക്കുന്നതിനാൽ ഗ്രാമജീവിതത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വൻ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കറിയാം ചിപ്കോ മൂവ്മെന്റ് ഒക്കെ, സുന്ദർലാൽ ബഹുഗുണ. അപ്പൊ ആ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എഴുതാം കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ പ്രഷർ ഗ്രൂപ്പ്. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. അപ്പൊ എന്താണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് എഴുതണം. ഇന്ത്യയിലെ ഇവരുടെ 2 എക്സാമ്പിൾസും എഴുതണം. അപ്പൊ എന്താണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് നോക്കാം. എന്താണ്? ഇതൊരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പാണ് ഓഫ് പീപ്പിൾ that try to influence government policy and decision without seeking political power. Their aim is to protect or promote the interest of the specific section of society. ഇവിടെ ഈ പ്രഷർ ഗ്രൂപ്പ് എന്നത് രാഷ്ട്രീയ അധികാരം, ഓക്കെ, അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നേടാൻ ശ്രമിക്കാതെ സർക്കാരിന്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടിത കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത്, പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഈ പ്രഷർ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് അല്ലെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രഷർ ഗ്രൂപ്പുകളാണ്. ഒന്നാണ് ഇത് BKU, ഭാരതീയ കിസാൻ യൂണിയന് അതിൽ പെടുന്നതാണ്. മറ്റൊന്നാണ് FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഈ 2 എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹോം ബേസ്ഡ് വർക്ക്. ഇവിടെ നമുക്ക് 2 മാർക്കിന് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹോം ബേസ്ഡ് വർക്ക്? അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, അല്ലെ, വീട്ടിലിരിക്കാലോ, വർക്ക് ചെയ്യാലോ. അപ്പൊ അതിന് നല്ല മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. അപ്പൊ നമുക്കതിന്റെ അഡ്വാൻറ്റേജസ് മാത്രം നമുക്ക് നോക്കാം. എന്താണ് ഗുണങ്ങൾ? ഒന്നെന്താണ്, അലോ ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ് അല്ലെ, സമയം സ്വതന്ത്രമായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. മറ്റൊന്നാണ് എന്ത്, സേവ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. എന്താണ്, യാത്രാ ചെലവും സമയവും നമുക്ക് ലാഭിക്കാം അല്ലെ, വീട്ടിലിരുന്ന പോരെ. ഇനി നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം, ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഒന്നെന്താണ്, ലാക്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ടീം വർക്ക്. സാമൂഹിക ഇടപെടലും ടീം വർക്കും എന്ത് ചെയ്യും, കുറവാകും. അപ്പൊ വീട്ടിലും വന്ന് ജോലി ചെയ്യല്ലേ, അപ്പൊ നമുക്ക് അവിടെ ടീമിന്റെ കൊളീഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒറ്റയ്ക്കായിരിക്കും. Then more distraction. Home can reduce productivity. വീട്ടിലെ വ്യത്യാസങ്ങൾ മൂലം ശ്രദ്ധയിലും ഉൽപാദനക്ഷമതയിലും കുറവ് വരാം. ചിലപ്പോൾ നമുക്ക് മടിക പിടിക്കാം അല്ലെ, ഒരു സമയത്തിന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്ലെക്സി ടൈം? ഫ്ലെക്സി ടൈം എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. എന്താണ് ഫ്ലെക്സി ടൈം? മീൻസ് എ ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവർ സിസ്റ്റം where employees can choose their starting and ending work time. That's the point. Starting and ending work time as long as they complete the required number of
വർക്കിംഗ് ഹവേഴ്സ്. ഇവിടെ ഒരു ലാഘവമുള്ള ജോലി സമയം രീതിയാണ് എന്ത് ഫ്ലെക്സി ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇവിടെ ജീവനക്കാർക്ക് തങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ജോലി തുടങ്ങാനും അവസാനിപ്പിക്കുവാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇപ്പൊ ഒരു ഓഫീസാണെന്ന് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഈ IT കമ്പനികളിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഒരു 9 മണിക്ക് നമ്മൾ ജോലിക്ക് പ്രവേശിക്കണം. ദെൻ നമുക്കൊരു 8 മണിക്കൂർ 9 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പുറത്തിറക്കാം. ഇത് അങ്ങനെയായിരുന്നു അല്ലെ, പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരു ദിവസത്തിൽ എപ്പോ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പൊ ഡേയില് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യാം. കാരണം ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ. അപ്പൊ ആ ടൈമും കാര്യങ്ങളൊക്കെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത് ഫ്ലെക്സി ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ? പക്ഷെ ഇതിന്റെ ഒരു പ്രധാന ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ 8 മണിക്കൂർ ജോലിയിൽ വരാം, മറ്റൊരാൾ 10 മണിക്കും വരാം അല്ലെ. ഇഷ്ട സമയത്ത് വർക്ക് ചെയ്യാം. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ഏതൊക്കെ സമയത്ത് ജോലി ചെയ്യുകയാണെങ്കിലും ആ നിശ്ചിത സമയത്ത് ആ വർക്ക് കംപ്ലീറ്റ് ആക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മെൻഷൻ പ്രീ കൊളോണിയൽ പീരിയഡ് അർബൻ സെന്റേഴ്സ് ആണ്. ഇത് കൊളോണിയൽ കാലഘട്ടത്തിൽ മുമ്പുള്ള നഗര കേന്ദ്രങ്ങളെ കുറിച്ച് പരാമർശിക്കുക. അപ്പോ ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ട്രഡീഷണൽ സെന്റേഴ്സ് ഒക്കെ അവിടെ എന്തായിട്ടുണ്ട്, ക്ഷയിച്ചു പോയിട്ടുണ്ട്. ആ സെന്റേഴ്സ് ഒക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്നാണ് പോർട്ട് സിറ്റീസ് ആണ് കേട്ടോ, തുറമുഖ നഗരങ്ങളാണ്. അതിലെന്താണ് സൂറത്ത് അറിയാലോ, മുസ്ലിപട്ടണം, കാലിക്കറ്റ് ഒക്കെ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളായിരുന്നു. then മറ്റൊന്നാണ് ഏത്, ക്രാഫ്റ്റ് ആൻഡ് മാർക്കറ്റ് ടൗൺസ് ആണ്. ഫോർ എക്സാമ്പിൾ പാറ്റ്ന, ധാക്ക, മുർഷിദാബാദ്, ജയ്പൂർ എന്തൊക്കെയായിരുന്നു? ഇതൊക്കെ പഴയ കാലത്തെ വ്യാവസായിക വിപണി നഗരങ്ങളായിരുന്നു. ഓക്കെ ആണല്ലോ, അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാം. then മറ്റൊന്നാണ് വാട്ട് ഈസ് ഇൻവിസിബിൾ ഹാൻഡ്. എന്താണ് ഇത്? ഈ ഒരു ടേം, ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആര്? ആഡം സ്മിത്ത്. Okay, അപ്പൊ it means that when individual acting their own self-interest in the market, their action unintentionally help society as a whole. In simple word, market force like demand and supply automatically guide the economy without direct government control. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ വിപണിയിൽ വ്യക്തികൾ തന്റെ സ്വയം അല്ലെ സെൽഫ് ഇൻട്രസ്റ്റോടെ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോഴും അവരുടെ പ്രവർത്തനം അറിയാതെയെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്നു എന്നതാണ് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇൻവിസിബിൾ ഹാൻഡ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ആവശ്യ വിതരണം പോലുള്ള വിപണികളെയാണ് സമ്പദ് വ്യവസ്ഥയെ സ്വയം നിയന്ത്രിക്കുന്നത്. ആ പേര് ഭാഗം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മീനിങ് ബൈ സോഷ്യൽ എക്സ്ക്ലൂഷൻ? സാമൂഹിക ബഹിഷ്കരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പൊ എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ? എന്താണ് സാമൂഹിക ബഹിഷ്കരണം എന്നത്? ചില വ്യക്തികളെയോ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളെയോ സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ. അവർ മെയിൻ സ്ട്രീമിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അതിലൂടെ അവസരങ്ങളും അവകാശങ്ങളും വിഭവങ്ങളും ലഭിക്കാതെ വരികയും ജാതി, മതം, ലിംഗം, വൈകല്യം, ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാൽ ഇതിന് ഉദാഹരണങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് സാമൂഹ്യ ബഹിഷ്കരണം? എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. then മറ്റൊന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സർവേ ആൻഡ് സെൻസസ്. അറിയാലോ, വളരെ സിമ്പിൾ ആണല്ലോ. എന്താണ് സർവേ എന്ന് അറിയാലോ അല്ലെ? എന്താണ് പൊതു പ്രവണതകളോ അഭിപ്രായങ്ങളോ മനസ്സിലാക്കുന്നതിനായി ഒരു സാമ്പിളിൽ നിന്നും ഒരു ചെറിയ കൂട്ടം ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് എന്ത് സർവേ. അപ്പൊ ഈ സർവേ സെൻസസ് പ്രധാനമായിട്ടും
പ്രൊജക്റ്റിലൊക്കെയാണ് നമ്മൾ റിസർച്ചിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ സർവേ എന്ന് പറയുമ്പോൾ വലിയൊരു ആൾക്കൂട്ടത്തിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. എന്നാൽ സെൻസസ് എന്താണ്? ഓരോരുത്തരിൽ നിന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താണ് വിവരങ്ങളാണ്. നോക്കാം, ഒരു ജനസംഖ്യയിലെ ഓരോ വ്യക്തിയുടെയും പൂർണ്ണവും വിശദവുമായ ഒരു എണ്ണമാണ് എന്ത്? സെൻസസ്. ഇത് ഒരു രാജ്യത്തിലോ പ്രദേശത്തിലോ ഉള്ള എല്ലാ വീടുകളും ആളുകളെയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു സെൻസസ് കൂടുതൽ സമയമെടുക്കുന്നതും മാത്രമല്ല ചെലവേറിയതുമാണ്. പക്ഷെ വളരെ കൃത്യവും ഔദ്യോഗികവുമായ ഡാറ്റ നൽകുവാൻ സെൻസസിന് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് എ വിർച്വൽ മാർക്കറ്റ്. അറിയാലോ എന്താണെന്നുള്ളത്. എന്താണ്? നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ ഇന്ന് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നു, ഏതാണോ നമ്മുടെ ഓൺലൈൻ സൈറ്റ്, അതിൽ കയറുന്നു, സാധനം വാങ്ങിക്കുന്നു, നോക്കുന്നു, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു, പ്രൈസ് അടിക്കുന്നു, അല്ലെ? ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയിട്ടാണ് സംഭവങ്ങളൊക്കെ പോകുന്നത്. എന്നിട്ട് 2-1 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ സാധനം എത്തുന്നു. അതാണ് എന്ത് വിർച്വൽ മാർക്കറ്റ്. ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാന്ന് മാത്രമല്ല, നമുക്ക് അതിനകത്ത് എന്തും ചെയ്യാം, വിൽക്കാനും നമുക്ക് സാധിക്കും. അപ്പോ വിർച്വൽ മാർക്കറ്റ് ഓൾസോ കോൾഡ് ഓൺലൈൻ മാർക്കറ്റ് refers to a digital platform where individual can buy and sell commodities and services around the world. But this transaction are conducted in real time. They take effect within seconds and they involve the paper document or paper currency. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് നോക്കാം, എന്താണ് സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹിക അസമത്വം. എന്താണ്? സാമൂഹിക വിഭവങ്ങൾ അസന്തുലിതമായി വിതരണം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ ആളുകളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാതെ എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട് വിഭവങ്ങൾ നൽകാത്ത ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ഇനീക്വാലിറ്റി. നമുക്ക് നോക്കാം, കമ്പയർ ആൻഡ് കോൺട്രാക്ട് റീജിയണലിസം ആൻഡ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അല്ലെ? അപ്പോ ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പ്രാദേശികവാദവും വർഗീയതയും തമ്മിൽ എന്താ ഡിഫറൻസ് നോക്കാം. അപ്പൊ എന്താണ് റീജിയണലിസം? മീൻസ് പീപ്പിൾ സപ്പോർട്ടിംഗ് ദി interest of their own regions or state more than the whole country. ഇവിടെ മുഴുവൻ രാജ്യത്തെക്കാളും സ്വന്തം പ്രദേശത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ താല്പര്യങ്ങളെ പിന്തുണക്കുന്ന ആളുകളാണ് ആര്? റീജിയണലിസ്റ്റുകൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഏത്? കമ്മ്യൂണലിസം. എന്താണ്? പീപ്പിൾ സപ്പോർട്ടിംഗ് their own religion or community more than other, often causing division. ഇവിടെ എന്താണ്? മറ്റുള്ളവരെക്കാളും സ്വന്തം മതത്തെയോ സമൂഹത്തെയോ പിന്തുണയ്ക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർഗീയത എന്ന് പറയുന്നത്. ഇത് ആളുകൾക്കിടയിൽ പലപ്പോഴും ഭിന്നതകൾക്കും പ്രശ്നങ്ങൾക്കും അത് കാരണമാവാറുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വളരെ ഷോർട്ടായിട്ട് അല്ലെ 1, 2, 3 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ എന്നല്ല, ആ ടോപ്പിക്കിൽ നിന്ന് 2-3 മാർക്കിന് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റുകളിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ നോട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ +2 ക്രിസ്മസ് എക്സാമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിന്റെ മുകളിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നോട്ട്സ് മാത്രമല്ല ലഭിക്കുക, ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിക്കോട്ടെ, ഓരോ ചാപ്റ്റേഴ്സിന്റെയും വളരെ സൂക്ഷ്മമായിട്ടുള്ള ബിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. എക്സാമിന് ബിറ്റ് വെക്കാനുള്ളതല്ല കേട്ടോ, പഠിക്കാനുള്ളതാണ്. അതുപോലെ ഓൾ ലൈവ് ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമ്മുടെ ബൂസ്റ്റർ ബാച്ച് സെറ്റ് അല്ലേ? ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഈ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ബൂസ്റ്റർ ബാച്ചിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ജോയിൻ ചെയ്യുക. 1999 ഈടാക്കുന്ന 2000 1 രൂപ കുറവുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാം
ഫുൾ മാർക്ക് സ്കോർ ചെയ്യണ്ടേ? അപ്പൊ എന്താ ചെയ്യാ, ഇങ്ങോട്ട് വരാം. ഓക്കെ സെറ്റ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ ബൈ.